അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കാം. ഇത് നമ്മൾ കട്ടിപ്പരിപ്പായിട്ടാണ് ചെയ്യുന്നത്, ഒഴിച്ചു കറി ആയിട്ടല്ല. ഇപ്പോൾ സദ്യയൊക്കെ വിളമ്പുന്ന സമയത്ത് ഇലയുടെ ഒരു സൈഡിലായിട്ട് വിളമ്പുന്ന ഒരു കറിയാണ് ഈ കട്ടിപ്പരിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പരിപ്പ് തന്നെ സദ്യക്ക് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒത്തിരി വെറൈറ്റി ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ദിയാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൽ കാണുന്ന ആ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് പരിപ്പൊന്ന് വറുത്തെടുക്കണം. ഇതിന് ഞാനിവിടെ തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, അല്ലെ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഏകദേശം ഒരു 150 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ടാവും. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കഴുകൊന്നും വേണ്ട. ഇതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ആ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് നല്ലോണം കഴുകിയിട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വേഗം പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് അങ്ങ് ചേർക്കണ്ട, വേവാൻ പാകത്തിന് മാത്രം ചേർത്താൽ മതി. അപ്പോൾ അത് അവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പുണ്ടാക്കാം. അപ്പോൾ മിക്സിക്കകത്തോട്ട് ഞാൻ ഒരു പകുതി സവാള ചേർക്കുന്നുണ്ട്. ശരിക്കും ഇതിൽ സവാള അല്ല കേട്ടോ വേണ്ടത്, കുഞ്ഞുള്ളിയാണ് വേണ്ടത്, ചെറിയുള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഒരു 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പരിപ്പ് എടുക്കുന്നതിൻ്റെ അത്രയും ക്വാണ്ടിറ്റിയിൽ നോക്കിയിട്ട് എടുക്കുക. കാരണം ഞാൻ 150 ഗ്രാം ഏകദേശം എടുത്തിട്ടുണ്ട്, അതിനാണ് അരമുറി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് അത്ര എരിവില്ലാത്ത പച്ചമുളകാട്ടോ. അതേപോലെ തന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കണ്ട, അരയാൻ പാകത്തിന് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ നല്ലതാണ്. നല്ല പോലെ ഒന്നും അരയേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ഇതായിട്ട് അരച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയാൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കില്ല, അതിനേക്കാളും ഇച്ചിരിയും കൂടി അരഞ്ഞിട്ടാണ് വേണ്ടത്. ഒരുപാട് അരയാനും പാടില്ല. ഇനി നമ്മുടെ പരിപ്പ് ഇവിടെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 വിസിലൊക്കെയാണ് എൻ്റെ കുക്കറിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എൻ്റെത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടേത് വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി ഒന്ന് അടുപ്പിച്ചെടുത്താൽ മതി. നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് തിള പൊട്ടി തുടങ്ങും. അപ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് താളിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തിളപ്പിക്കണ്ട, നല്ലപോലെ ചൂടായപ്പോൾ തിളയൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് താളിക്കാം. ഇത് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അപ്പം തന്നെ നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കിടുക്കൻ കറിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി. ശരിക്കും ചോറിൻ്റെ കൂടെ സദ്യയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒഴിച്ച് കറി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഒട്ടും അങ്ങനെ വെള്ളം ചേർത്തിട്ടില്ല, കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പം തന്നെ നമുക്കിത് സദ്യക്കുള്ള ഒഴിച്ച് കറി ആയിട്ടും എടുക്കാം. അപ്പം നിങ്ങൾക്കൊക്കെ ഉപ്പച്ചീൻ്റെ പരിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പ് ഞാൻ 2-3 ഓണം സ്പെഷ്യൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ ഉപ്പാൻ്റെ നല്ലൊരു അടിപൊളി ഓണം സ്പെഷ്യലായിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.